27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ ഈ കാലയളവിൽ പരിശീലനം നേടിയ കായിക വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിക്കുന്നു. കായിക ജ്വാല എന്ന പേരിൽ മാർച്ച് 9-ാം തീയതി രാവിലെ 10-ന് സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ.ആർ. സാംബശിവൻ ഉദ്ഘാടനം ചെയ്യും. 1997 സർവീസിൽ പ്രവേശിച്ച ഹനീഫ മാസ്റ്റർ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള നിരവധി പേർ സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള കായിക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. 27 വർഷത്തെ കായിക വിദ്യാർത്ഥികളെ കോർത്തിണക്കിയാണ് മുഹമ്മദ് ഹനീഫയ്ക്ക് സ്നേഹാദരം നൽകുന്നത്. ഈ കായിക മേഖലയിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് കാരണക്കാരനുമായ എരുമപ്പെട്ടി സ്കൂളിൻ്റെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ അധ്യാപകൻ ഈ വർഷം റിട്ടയർമെൻറ്റ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു 27 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന വിദ്യാർത്ഥികളെല്ലാവരും കൂടി അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് അല്ലെങ്കിൽ നല്ലൊരു ആദരവ് സ്നേഹാദരം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കായിക ജ്വാല എന്നൊരു പറഞ്ഞൊരു പ്രോഗ്രാം 2024 മാർച്ച് 9-ാം തീയതി എരുമപ്പെട്ടി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. 9-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഹനീഫ മാസ്റ്ററെ സ്കൂളിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും കായിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും. ഈ കാലഘട്ടത്തിൽ വിരമിച്ച മറ്റു കായിക അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടകർ എരുമപ്പെട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി.കെ. ഷിജു, എ.സി. കൃഷ്ണൻ, ടി.വി. ബിജി, കെ.എ. അബൂബക്കർ, എം.വി. സന്തോഷ്, ടി.വി. ബിനിൽ, വി.ആർ. രാഹുൽ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.